അപ്പോഴാണ് മുകുന്ദൻ്റെ ഫോണിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നത്. മുകുന്ദൻ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ ഹലോ സാർ, ഞാൻ സൗത്ത് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മിയാണ്. ഏയ് ശ്രീലക്ഷ്മി, താൻ എവിടെയാണുള്ളത്? തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സാർ, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് അന്വേഷണം നടക്കുന്നതായി അറിഞ്ഞു. സാറിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് അന്വേഷണമെന്നും കേട്ടു. ആരും എന്നെ കടത്തിക്കൊണ്ടു പോയിട്ടില്ല സാർ. ലീവിലായിരുന്നു. ഇന്നു മുതൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് മുകുന്ദന് ശ്രീലക്ഷ്മിയുടെ ശബ്ദത്തിൽ മാറ്റമുള്ളതായി തോന്നിയത്. സംശയം തോന്നിയ മുകുന്ദൻ ചോദിച്ചു, സൗത്ത് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി തന്നെയാണോ ഇത്? അതെ സാർ, ഞാൻ പ്രസവത്തിന് വേണ്ടി ലീവിലായിരുന്നു. ഇന്ന് കാലത്താണ് ജോയിൻ ചെയ്തത്. അപ്പോഴാണ് ഞാൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് അന്വേഷണം നടക്കുന്നതായി അറിഞ്ഞത്. അത് കേട്ടതും മുകുന്ദൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ശ്രീലക്ഷ്മി, തന്നെ ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്തോട്ടെ? അതിനെന്താ സാറേ? മുകുന്ദൻ ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ഗൂഗിൾ ഡു വഴി ആ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്തു. കോൾ അറ്റൻഡ് ചെയ്തത് മുകുന്ദന് പരിചയമില്ലാത്തൊരു സ്ത്രീയായിരുന്നു. യൂണിഫോമിൽ ശ്രീലക്ഷ്മി എന്ന പേര് വ്യക്തമായി കാണാമായിരുന്നു. തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മുകുന്ദൻ ഉടനെ ഫോൺ കട്ട് ചെയ്തു. പിന്നെ തളർന്ന് അവശതയോടെ വണ്ടിയിൽ ചേർന്ന് നിന്നു. ഉടനെ ഗായത്രി ചോദിച്ചു, എന്താ മുകുന്ദ, ശ്രീലക്ഷ്മിയെ കണ്ടെത്തിയോ? ഗായത്രിയുടെ ചോദ്യത്തിന് അവശതയോടെ മുകുന്ദൻ മറുപടി പറഞ്ഞു, ഇപ്പോൾ വിളിച്ചത് ശ്രീലക്ഷ്മിയാണ് ചേച്ചി. പക്ഷേ ഞാൻ പരിചയപ്പെട്ട ശ്രീലക്ഷ്മി മറ്റൊരാളാണ്. അവൾക്ക് അധികം പ്രായമുണ്ടായിരുന്നില്ല. എൻ്റെ ദൈവമേ, എന്തൊക്കെയാ മുകുന്ദ നീ പറയുന്നത്? ഒന്നും അറിയില്ല ചേച്ചി. ഇരുവരുടെയും സംഭാഷണത്തിനിടയിൽ ഫാദർ വിൻസെന്റ് കയ്യിലുള്ള ഫോട്ടോകൾ ഗായത്രിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനുള്ളതാണ്. വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കി തരാമോ? അപ്പോഴാണ് ഫാദർ വിൻസെന്റിന്റെ കയ്യിലെ ഫോട്ടോ മുകുന്ദൻ വ്യക്തമായി കാണുന്നത്. സംശയം തോന്നിയ ഉടനെ മുകുന്ദൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഫാദർ, ആ ഫോട്ടോ എൻ്റെ കയ്യിൽ തരാമോ? അതിനെന്താ സാറേ? ഗായത്രിയുടെ കയ്യിൽ കൊടുക്കാനൊരുങ്ങിയ ഫോട്ടോകൾ നേരെ മുകുന്ദനെ ഏൽപ്പിച്ചു. വെപ്രാളപ്പെട്ട് ഫോട്ടോകൾ മറിച്ചു നോക്കിയ മുകുന്ദന് കൈകൾ വിറയ്ക്കാൻ ആരംഭിച്ചു. ആകെ ഭയന്ന് പരവേശത്തോടെ നിൽക്കുകയായിരുന്ന മുകുന്ദനോട് ഗായത്രി ചോദിച്ചു, എന്താടാ, എന്തുപറ്റി? വിറയ്ക്കുന്ന സ്വരത്തോടെ അതിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് മുകുന്ദൻ പറഞ്ഞു, ചേച്ചി, ഇതാണ് ശ്രീലക്ഷ്മി. മുകുന്ദൻ പറഞ്ഞ ഉടനെ തന്നെ ഫാദർ വിൻസെന്റ് അത് തിരുത്തുന്നുണ്ടായിരുന്നു. ഏയ് അല്ല, അത് മിത്രയുടെ അമ്മ മേഘയാണ്. വിൻസെന്റിന്റെ വാക്ക് കേട്ട് ഞെട്ടിത്തെറിച്ചു നിന്ന മുകുന്ദന്റെ കയ്യിൽ നിന്നും ഗായത്രി ഫോട്ടോകൾ വാങ്ങി പരിശോധിച്ചുകൊണ്ട് ചോദിച്ചു, ഇതൊത്തിരി പഴയ ഫോട്ടോ ആണല്ലോ ഫാദർ, കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടല്ലോ? അതെ മാഡം, ഒരു 20 വർഷം മുന്നേയുള്ള ഫോട്ടോയാണ്. കൂടെയുള്ള പെൺകുട്ടി മിത്രയാണ്. മേഘയുടെ ഭർത്താവും മിത്രയുടെ അച്ഛനുമായ എബ്രഹാം ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അമിതമായ ലഹരി ഉപയോഗം കുറയ്ക്കാൻ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ സമനില തെറ്റിയ അവസരത്തിൽ മകളുടെ മുന്നിൽ വെച്ച് തന്നെ മേഘയെ അയാൾ കൊല്ലുകയായിരുന്നു. അന്ന് മിത്രയ്ക്ക് 5 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ജയിലിൽ പോയപ്പോൾ ഞാനാണ് അവളെ വളർത്തിയത്. എല്ലാം കേട്ടുനിന്ന മുകുന്ദൻ ആകെ വേർക്കാൻ ആരംഭിച്ചു. ചേച്ചി, ശ്രീലക്ഷ്മിയാണെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെട്ടത് ഈ ഫോട്ടോയിലുള്ള സ്ത്രീയെ തന്നെയാണ്. അത് കേട്ടതും ഗായത്രിക്ക് ദേഷ്യം അടക്കി പിടിക്കാനായില്ല. നിർത്ത് മുകുന്ദ, നിന്റെ ഈ ഭ്രാന്ത്. ചേച്ചി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഹോ, വിശ്വസിക്കണം, ഞാൻ വിശ്വസിക്കണം. മുകുന്ദ, എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു പോയവരൊക്കെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ചേച്ചി പ്ലീസ്, വിശ്വസിച്ചേ പറ്റൂ ചേച്ചി. ഹോ, അങ്ങനെ ഓക്കെ, നീ പറയുന്നതെല്ലാം വിശ്വസിക്കാം. നീ പരിചയപ്പെട്ട ഫാദർ വിൻസെന്റും നിന്റെ കേസുമായി ബന്ധപ്പെട്ട് നീ പരിചയപ്പെടുന്ന എല്ലാവരും ഇതുപോലെ മരിച്ചുപോയവരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കണമായിരിക്കുമല്ലേ? ഇനിയും നിന്റെ ലിസ്റ്റിൽ ഒരുപാട് മരിച്ചു പോയവരുണ്ടോ? സത്യം പറ മുകുന്ദ, നീ എന്താണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? ചേച്ചി എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ എന്തിന് കള്ളം പറയണം? മുകുന്ദ, നീ പറയുന്നതൊന്നും ബുദ്ധിയും വിവരവുമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചേച്ചി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. എന്ത് പ്രൂഫ്? 4 ദിവസങ്ങൾക്ക് മുൻപ് കാൾടെക്സ് ജംഗ്ഷനിലെ ഗ്രീൻ കോഫി ഷോപ്പിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവിടെ CCTV ഉണ്ട്. അത് പരിശോധിച്ചാൽ ചേച്ചിക്ക് എല്ലാം ബോധ്യമാകും. അവരുടെ സംസാരത്തിനിടയിൽ വാച്ചിലെ സമയം നോക്കിക്കൊണ്ട് ഫാദർ വിൻസെന്റ് ചോദിച്ചു, വിരോധമില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ? നേരത്തെ പറഞ്ഞിരുന്നില്ലേ എനിക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്? ഉടനെ ഗായത്രി പറഞ്ഞു, തിരക്കുണ്ടെങ്കിൽ ഫാദർ പോയിക്കോളൂ. പിന്നെ ഈ ഫോട്ടോഗ്രാഫ്സ് ഞാൻ എടുക്കുകയാണ്. ആവശ്യം കഴിഞ്ഞാൽ തിരികെ തരാം. അത് കുഴപ്പമില്ല മാഡം, നിങ്ങളുടെ അന്വേഷണം നടക്കട്ടെ. എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇരുവരോടും യാത്ര പറഞ്ഞ് ഫാദർ വിൻസെന്റ് അവിടെ നിന്നും ചർച്ചിലേക്ക് മടങ്ങിപ്പോയി. മുകുന്ദൻ അധികം സമയം പാഴാക്കിയില്ല. ഗായത്രിയെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി പിന്നെ ദീർഘമായ യാത്ര ആരംഭിച്ചു. സമയം ഉച്ചയ്ക്ക് 2:30.
അവർ കാൾടെക്സ് ജംഗ്ഷനിലെത്തി. ഉടനെ ഗ്രീൻ കോഫി ഷോപ്പിൽ ചെന്ന് CCTV ഫുട്ടേജ് പരിശോധിക്കാൻ ആരംഭിച്ചു. മുഴുവൻ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും മുകുന്ദൻ പറഞ്ഞ തീയതിയിൽ ശ്രീലക്ഷ്മി അവിടെ എത്തിയതായുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വളരെ ദേഷ്യത്തോടെ മുകുന്ദൻ മാനേജറുടെ ഷട്ടിൽ പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി. ആര് പറഞ്ഞിട്ടാണ് നീ ഫുട്ടേജിൽ കൃത്രിമം കാണിച്ചത്? അയ്യോ സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഉടനെ ഗായത്രി മുകുന്ദനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. മുകുന്ദ, നീ എന്ത് ഭ്രാന്താണ് ഇവിടെ കാണിക്കുന്നത്? അയാളെ വിട്. അയാൾ വീഡിയോയിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താവുന്ന കാര്യമല്ലേ ഉള്ളൂ. ചേച്ചി, ഇയാൾ കള്ളം പറയുകയാണ്. മുകുന്ദ പ്ലീസ്, നീ അയാളെ വിട്. പുറത്ത് ട്രാഫിക് സിഗ്നലിന്റെ ക്യാമറയുണ്ട്. നോക്കു മുകുന്ദ, ആ ക്യാമറയിൽ കൃത്യമായി ഈ കോഫി ഷോപ്പിന്റെ പരിസരം ലഭിക്കും. എന്തായാലും ആ ക്യാമറയിൽ ആർക്കും കൃത്രിമം കാണിക്കാൻ പറ്റില്ലല്ലോ. മുകുന്ദൻ മെല്ലെ അയാളുടെ ഷട്ടിൽ നിന്നും പിടിവിട്ടു. പിന്നെ കൈ ചൂണ്ടിക്കൊണ്ട് മാനേജരോട് പറഞ്ഞു, ഞാൻ പോയിട്ടൊരു വരവ് വരും. ഞാൻ ആരാണെന്ന് നീ അപ്പോൾ അറിയും. മാനേജർ ഭയത്തോടെ നിൽക്കുകയല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അവർ ഇരുവരും അവിടെ നിന്നും നേരെ ട്രാഫിക് കൺട്രോളിന്റെ CCTV ഫുട്ടേജ് പരിശോധിക്കാനായി ചെന്നു. മണിക്കൂറുകളോളം ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ മുകുന്ദൻ പറഞ്ഞ ദിവസം ഗ്രീൻ കോഫി ഷോപ്പിന്റെ പരിസരത്ത് ശ്രീലക്ഷ്മി എത്തിയതായുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ സമയങ്ങളിൽ മുകുന്ദൻ അവിടെ വാഹനത്തിലെത്തിയതായും ദൃശ്യങ്ങളിലില്ല. എവിടെ മുകുന്ദ? നീ എപ്പോ എവിടെ വെച്ച് കണ്ടു? എന്തിനാ മുകുന്ദ ഇങ്ങനെ കള്ളം പറയുന്നത്? വെറുതെ ആ മാനേജറെ നീ തല്ലി. ചേച്ചി, സത്യമായിട്ടും അന്ന് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയതാണ്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ ചേച്ചി. മുകുന്ദൻ ആ ദിവസത്തെ മറ്റ് ആംഗിളുകളിലേക്കുള്ള ക്യാമറകളും പരിശോധിച്ചു. പക്ഷേ ആ സമയത്ത് കാൾടെക്സ് പരിസരത്ത് എവിടെയും മുകുന്ദന്റെ വാഹനം എത്തിയതായുള്ള ഫുട്ടേജ് ഉണ്ടായിരുന്നില്ല. മുകുന്ദന്റെ നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി. ഭയന്ന് കണ്ണുകൾ ചുവന്നിരുന്നു. എയർ കണ്ടീഷൻ റൂമിനകത്ത് പോലും വിയർത്തു തുടങ്ങി. നടന്നുകൊണ്ടിരിക്കുന്ന അസ്വാഭാവികതയിൽ മുകുന്ദൻ ഒന്നും മനസ്സിലാകാതെ പകച്ചു നിന്നു. ഇല്ല ചേച്ചി, ഞാനവരെ നേരിൽ പരിചയപ്പെട്ടതാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവരെൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. മതിയാക്ക മുകുന്ദ, ഇനിയും നീ ഞങ്ങളെ വിഡ്ഢികളാക്കരുത്. ഒന്നുകിൽ നീ പറയുന്നത് കള്ളമാണ്, അല്ലെങ്കിൽ നിനക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അപ്പോഴാണ് മുകുന്ദന് ശ്രീലക്ഷ്മി വീട്ടിൽ വന്ന കാര്യം ഓർമ്മ വന്നത്. ചേച്ചി, അമ്മ നേരിൽ കണ്ടിട്ടുണ്ട് അവളെ. നിർത്ത് മുകുന്ദ, നിർത്ത്. ഇനി അമ്മയെ കൂടി ഇതിൽ വലിച്ചിഴക്കരുത്. അല്ല ചേച്ചി, അമ്മയാണ് സത്യം. ചേച്ചി എന്നെ ഒന്ന് വിശ്വസിക്ക്. അമ്മ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി എന്താണ് പറയുന്നത് അത് ഞാൻ അനുസരിക്കാം. ശരി, നിന്റെ വാക്ക് അവസാനമായി ഞാൻ വിശ്വസിക്കാം. അമ്മയിൽ നിന്ന് എനിക്ക് വ്യക്തമായ മറുപടി കിട്ടണം. അങ്ങനെയെങ്കിൽ മാത്രം ഞാൻ നിന്നെ വിശ്വസിക്കും. മുന്നിൽ മറ്റു വഴികളില്ലാത്തത് കൊണ്ട് ഗായത്രി മുകുന്ദന്റെ കൂടെ വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. സമയം വൈകുന്നേരം 4:30. മുകുന്ദന്റെ വീട്ടിൽ. അതെ, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല മോളെ. ഇവനെ അന്വേഷിച്ചൊരു പെൺകൊച്ചു വന്നിരുന്നു. നല്ല പെൺകൊച്ചായിരുന്നു മോളെ. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇവനെ ആലോചിച്ചാലോ എന്ന് പോലും ഞാൻ കരുതിയിരുന്നു. കേട്ടോ ചേച്ചി, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? 1 മിനിറ്റ് മുകുന്ദ. അമ്മയ്ക്ക് അവളെ ഇനിയും കണ്ടാൽ മനസ്സിലാകുമോ? അതെന്താ മോളെ, അമ്മയ്ക്ക് അത്രയും വയസ്സായോ? അല്ലമ്മ, മുകുന്ദൻ വാ തുറന്നാൽ കള്ളം മാത്രം പറയുകയാണ്. ഇവനെ എനിക്കിപ്പോൾ തീരെ വിശ്വാസമില്ലാതായിരിക്കുന്നു. അല്ലടി, അങ്ങനെ ഒരു പെൺകൊച്ചു വന്നിരുന്നു. 1 മിനിറ്റ് അമ്മേ, ഞാൻ അവളുടെ ഫോട്ടോ കാണിച്ചു തരാം. ഹാൻഡ് ബാഗിൽ നിന്ന് മേഘയുടെ ഒരു ഫോട്ടോ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അടുത്തുള്ള ടേബിളിൽ നിന്ന് കണ്ണട എടുത്ത് ധരിച്ച് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം അമ്മ പറഞ്ഞു, ഇത് പഴയ ഫോട്ടോ ആണല്ലോ മോളെ, നല്ല ഫോട്ടോ ഒന്നുമില്ലേ? അമ്മയോട് ഫോട്ടോയുടെ സൗന്ദര്യം നോക്കാനല്ല പറഞ്ഞത്, ഫോട്ടോയിലുള്ള ആള് തന്നെയാണോ ശ്രീലക്ഷ്മി എന്ന് നോക്കാനാണ് പറഞ്ഞത്. ഇത് തന്നെയാണോടാ മുകുന്ദ? അവൾ ഇതിലും നല്ല ചന്തം ഉണ്ടായിരുന്നല്ലോ. അത് കേട്ടത് മുകുന്ദൻ ദേഷ്യപ്പെട്ടു. അമ്മ ആ ഫോട്ടോ നോക്കി അത് തന്നെയാണോ എന്ന് പറ. ഉടനെ ഗായത്രി മുകുന്ദനെ പിടിച്ച് തള്ളിമാറ്റി വളരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി അമ്മയെ കൊണ്ട് നീ നിർബന്ധിച്ച് പറയിപ്പിക്കേ. ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ഗായത്രിയെ അമ്മ പിടിച്ചു മാറ്റി. നിങ്ങൾ രണ്ടാളും തല്ലുകൂടാതെ. ആ പെൺകൊച്ച് ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു മോളെ. ഹോ, ഇപ്പോൾ അമ്മയും മോനും കൂട്ടായി. ഞാൻ പൊട്ടി. ഇതൊക്കെ വിശ്വസിക്കണം. അല്ല മോളെ, സത്യമായിട്ടും ഫോട്ടോയിൽ കാണുന്നതിലും ചന്തമുണ്ടായിരുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് തന്നെയാണ് പെൺകൊച്ച്.